നമസ്കാരം. എല്ലാവർക്കും ഈശ്വരാനുഗ്രഹം കിട്ടട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവരെയും ഞാൻ ഈ വീഡിയോയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഞാൻ ഇന്ന് പറയുന്ന വിഷയം അവിട്ട നക്ഷത്രക്കാരുടെ മുൻജന്മ കാര്യങ്ങളാണ്. മുൻജന്മത്തിൽ അവിട്ട നക്ഷത്രക്കാർ ആരായിരുന്നു എന്നാണ് ഞാൻ ഈ വീഡിയോയിൽ പറയുന്നത്. കഴിഞ്ഞ ജന്മത്തിൽ ഈ നക്ഷത്രക്കാർ ആരായിരുന്നു എന്നും ഇവരുടെ പൂർവ്വജന്മ രഹസ്യം എന്താണെന്നാണ് കൂടുതലായിട്ട് ഈ വിഷയം ഇതിൽ പറയുന്നത്. ഈ വീഡിയോ വിശ്വാസികൾ കാണുന്നതാണ് നല്ലത്. അവിശ്വാസികൾ ഇത് കാണാതിരിക്കുന്നതാണ് നല്ലത്. കാരണം അവിശ്വാസികൾ കണ്ടാൽ ഞാനിത് അന്ധവിശ്വാസം പ്രചരിപ്പിക്കാൻ വേണ്ടി പറയുന്നതാണെന്ന് പറയും. ഇതൊരു അന്ധവിശ്വാസമല്ല, ഇത് ശരിയായ വിശ്വാസം തന്നെയാണ്. ഇത് ഞാൻ പറയുന്ന കാര്യം മാത്രമല്ല, നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ജ്യോതിഷ ആചാര്യന്മാർ ജ്യോതിഷ ഗ്രന്ഥങ്ങളിൽ എഴുതി വച്ചിട്ടുള്ള കാര്യമാണ് ഈ പുനർജന്മം എന്നത്. അപ്പൊ ഭാരതീയ ജ്യോതിഷം ഒരാളുടെ പൂർവ്വജന്മത്തെ പറ്റി പറയുന്നുണ്ട്. 19-ാം നൂറ്റാണ്ടിലെ ഗ്രന്ഥങ്ങളിലും പാരമ്പര്യ ജ്യോതിഷ ചിന്തകളിലും പൂർവജന്മ കാര്യങ്ങൾ പറയുന്നുണ്ട്. അപ്പോൾ ഈ പൂർവജന്മം എങ്ങനെ കണ്ടുപിടിക്കാം, ജ്യോതിഷപരമായിട്ട് അല്ലെങ്കിൽ എങ്ങനെ ഇത് കണ്ടുപിടിക്കാൻ പറ്റും? ഞാനിത് വെറുതെ എന്തെങ്കിലും പറയുന്നതായിട്ട് ചിലർ പറയും, ഇയാള് വെറുതെ ഇതടിക്കുന്നേ. അങ്ങനെ പറയാൻ പറ്റില്ല. കാരണം ഒരാളുടെ ഗ്രഹനിലയിലെ 5-ാം ഭാവം കൊണ്ടും 9-ാം ഭാവം കൊണ്ടും 12-ാം ഭാവം കൊണ്ടുമാണ് ചിന്തിക്കുന്നത്. അങ്ങനെ ചിന്തിച്ചു കഴിഞ്ഞാൽ ഒരാൾ കഴിഞ്ഞ ജന്മത്തിൽ ആരായിരുന്നു എന്ന് നമുക്ക് പറയാൻ കഴിയും. അതാണ് ജ്യോതിഷം. ജ്യോതിശാസ്ത്രം അങ്ങനെയാണ് പറയുന്നത്. അപ്പൊ എന്റെ ഈ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഇതൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണമെന്നും ലൈക്ക് ചെയ്യണമെന്നും ഒന്ന് ഷെയർ ചെയ്യണമെന്നും ഇവിടെ ഞാൻ നിങ്ങളോട് പറയാം. ഇത് ഞാൻ ഈ പറയുന്നത് ഒരു സാമാന്യമായ ഫലമാണ് ഞാനിത് പറയുന്നത്. അതായത് അവിട്ട നക്ഷത്രക്കാരുടെ ഒരു സാമാന്യ ഫലം. കാരണം എല്ലാവർക്കും അവിട്ട നക്ഷത്രക്കാർക്കും ഇത് കറക്റ്റാണോന്നൊന്നുമില്ല. കാരണം അത് വ്യത്യസ്തമായിട്ടും വരാം. ഇത് പൂർണ്ണമാകണമെന്നുണ്ടെങ്കിൽ ഒരാൾ അയാളുടെ ഗ്രഹനില പരിശോധിച്ച് അല്ലെങ്കിൽ ജാതകം പരിശോധിച്ചിട്ട് വേണം, അതിലെ ഭാവങ്ങൾ ചിന്തിച്ചിട്ട് വേണം ഇതിന്റെ പൂർണ്ണത കൈവരിക്കാൻ. ഓരോ ആൾക്കാരും ഓരോ അവിട്ട നക്ഷത്രക്കാരും ഓരോരോ സമയത്ത് ഓരോരോ ലഗ്നങ്ങളിൽ ജനിച്ചവരായിരിക്കും. അപ്പൊ ഇവരുടെ 5-ാം ഭാവവും 9-ാം ഭാവവും 12-ാം ഭാവവും ഒക്കെ മാറി മാറി വരും. ഇത് സാമാന്യമായ ഒരു ഗോചരഫലമാണ് ഞാനിത് പറയുന്നത്. സാമാന്യമായ ഒരു ഗോചരഫലമാണ് ഞാൻ ഇവിടെ പറയുന്നത്. അതിന്റെ ഒരു സൂചനയായിട്ട് മാത്രം നിങ്ങൾ ഇതിനെ കാണാം. അപ്പൊ ഒരു വ്യക്തിയുടെ ജാതകത്തിലെ ഗ്രഹനിലകളിൽ പ്രത്യേകിച്ച് വേഴത്തിന്റെയും കേതുവിന്റെയും സ്ഥാനങ്ങൾ കൂടി നോക്കിയാലേ കൂടുതൽ ഇത് കൃത്യമായ സൂചനകൾ നൽകുകയുള്ളൂ. കഴിയുന്നതും ഈ വീഡിയോ നിങ്ങൾ മുഴുവനായി കാണാൻ ശ്രമിക്കണം. എന്നാലേ ഇതിലെ പറയുന്ന കാര്യങ്ങൾ മുഴുവനും നിങ്ങൾക്ക് മനസ്സിലാവുകയുള്ളൂ. അപ്പൊ നമുക്ക് അവിട്ട നക്ഷത്രക്കാരുടെ മുൻജന്മ കാര്യത്തിലേക്ക് കടക്കാം. കാരണം ഇത്രയും കാര്യങ്ങൾ പറഞ്ഞാലേ ഇതിലേക്ക് വന്നിട്ട് കാര്യമുള്ളൂ. അവിട്ട നക്ഷത്രക്കാർ മുൻജന്മത്തിൽ ആരായിരുന്നു? സമ്പത്തിന്റെയും പ്രശസ്തിയുടെയും നക്ഷത്രമാണ് അവിട്ടം. ഈ അവിട്ടം എന്ന നക്ഷത്രം സമ്പത്തിന്റെയും പ്രശസ്തിയുടെയും നക്ഷത്രമാണ്. മകരം കുംഭൻ രാശികളിലായിട്ടാണ് ഈ നക്ഷത്രം വരുന്നത്. ചൊവ്വ അധിപനായ നക്ഷത്രമാണ് അവിട്ട നക്ഷത്രം. ദേവതകൾ പ്രകൃതിയുടെ 8 ഭാവങ്ങളായ അഷ്ടവസ്തുക്കളാണ് ഇവരുടെ ദേവതകൾ. അഷ്ടവസ്തുക്കളാണ് ഇവർ. മുൻജന്മത്തിൽ പ്രകൃതിയുമായി ഇണങ്ങിച്ചേർന്നിരുന്നവരോ നല്ല കലാകാരന്മാരോ ആയിരിക്കാനാണ് സാധ്യത. വലിയ ലക്ഷ്യങ്ങൾ നേടിയെടുക്കാൻ ഇവർക്ക് മുൻജന്മത്തിൽ തന്നെ പ്രത്യേകമായ ഒരു കഴിവുണ്ടായിരുന്നവരുമായിരുന്നു.
ഇവരുടെ 5-ാം ഭാവം കൊണ്ട് ചിന്തിച്ചാൽ, അതായത് ഇടവം മിഥുനമാണ് ഇവരുടെ 5-ാം ഭാവം. അങ്ങനെ ചിന്തിച്ചാൽ ഇവർ നല്ല പ്രയത്നശാലികളും സമ്പത്തും ആഡംബരമായും ജീവിച്ചിരുന്ന നല്ല കലാകാരന്മാരോ ബുദ്ധിശാലികളോ ആയിരുന്നിരിക്കണം ഇവർ. അതായത് നല്ല ആഡംബരത്തോടെ സമ്പത്തോടെ ജീവിച്ചിരുന്ന പ്രയത്നശാലികളായ കലാകാരന്മാരോ അല്ലെങ്കിൽ ബുദ്ധിശാലികളോ ആയിരുന്നവർ എന്ന് വേണം കരുതാൻ 5-ാം ഭാവം കൊണ്ട് ചിന്തിക്കുമ്പോൾ. ഇവരുടെ 9-ാം ഭാവം കൊണ്ട് ചിന്തിച്ചാൽ കന്നി തുലാം, ഇതാണ് 9-ാം ഭാവം. മുൻ ജന്മത്തിൽ ഇവർ നീതിക്കും ന്യായത്തിനും വേണ്ടി നിലകൊണ്ടിരുന്നവരും തർക്കങ്ങൾ പരിഹരിക്കാനും മറ്റുള്ളവർക്ക് അഭയം നൽകാനും കഴിവുള്ളവരായിരുന്നു ഇവർ എന്ന് നമുക്ക് ചിന്തിക്കാൻ പറ്റും. ഇവരുടെ 12-ാം ഭാവം കൊണ്ട് ചിന്തിച്ചാൽ, അതായത് ധനു മകരം, ഇതാണ് 12-ാം ഭാവം. ഇവർ കഴിഞ്ഞ ജന്മത്തിന്റെ അവസാന കാലത്ത് ആത്മീയ യാത്രകൾ നടത്തിയിരുന്നവരോ അല്ലെങ്കിൽ വലിയൊരു സമൂഹത്തിന് തണലായി നിന്നവരോ അവർക്ക് വേണ്ടി ജീവിച്ചിരുന്നവരോ ആയിരിക്കും ഇവർ. മുൻജന്മത്തിൽ ഇവർ ചെയ്ത കഠിനാധ്വാനമാണ് ഈ ജന്മത്തിലും ഇവരെ ലക്ഷ്യബോധമുള്ളവരാക്കുന്നത്. ചൊവ്വയുടെ ഊർജവും അഷ്ടവസ്തുക്കളുടെ ഐശ്വര്യവും ചേരുമ്പോൾ ഇവർക്ക് ജീവിതത്തിൽ വലിയ പദവികൾ ഇവരെ തേടി വരുന്നതാണ്. ഇവർക്ക് ഇപ്പോഴുള്ള സംഗീതത്തിനോടുള്ള താല്പര്യം, പ്രത്യേകിച്ച് ഈ അവിട്ട നക്ഷത്രക്കാർക്ക് ഈ സംഗീതത്തിനോടും പല കലകളിലോടും താല്പര്യമുള്ളവരായിരിക്കാനാണ് കൂടുതൽ സാധ്യത. അപ്പൊ അതുകൊണ്ട് ഇവർക്ക് ഇപ്പോഴുള്ള സംഗീതത്തോടുള്ള താല്പര്യവും കലകളിലുള്ള നൈപുണ്യവും ഇവരുടെ പൂർവ പുണ്യമായിട്ട് ഇത് കരുതണം. ശിവഭക്തിയും വിഷ്ണു സഹസ്രനാമജപവും അവിട്ട നക്ഷത്രക്കാർക്ക് തടസ്സങ്ങൾ മാറി വരാൻ സഹായിക്കുന്നതാണ്. ഇങ്ങനെ ചെയ്താൽ, അതായത് ശിവഭക്തി ഉണ്ടാകുകയും വിഷ്ണു സഹസ്രനാമം ജപിക്കുകയും ചെയ്താൽ തീർച്ചയായിട്ടും ഇവരുടെ തടസ്സങ്ങൾ പലതും മാറിക്കിട്ടുന്നതാണ്. അപ്പൊ ഈ വിഷയം ഞാനിവിടെ അവസാനിപ്പിക്കുന്നു. നിങ്ങൾക്ക് നന്ദി, നമസ്കാരം. എന്റെ ഈ ജ്യോതിഷ പ്രോഗ്രാം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ഇത് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ബെൽ ബട്ടൺ അമർത്താനും മറക്കരുത്.